ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന ഇരുന്ന സ്വപ്നം കാണുന്നതാണ്. നയന തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേന് ആ സ്ട്രോക്കിൽ ഗോവിന്ദൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീണ് മരിക്കുന്നതൊക്കെ നയന കാണുകയാണ്. അന്നേരം ഞെട്ടി എഴുന്നേക്കും നയന. അത് കാണുമ്പോഴാണ് അങ്ങോട്ട് ദേവയാനി വരുന്നത്. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് ആകെ സങ്കടമായോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് സങ്കടമുണ്ട് അമ്മേ, കാരണം ആദർശേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് നേരത്തെ എൻ്റെ സ്വഭാവം വെച്ചായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ പോയാനും. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ ചെല്ലാൻ പറ്റില്ല. കാരണം അഭി നവ്യേച്ചിയെ ഇപ്പം സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ. ആ ഇടയിലേക്ക് ഞാനിപ്പം ആദർശേട്ടനുമായിട്ട് പിരിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ 2-3 പ്രാവശ്യം അച്ഛന് അറ്റാക്ക് ഉണ്ടായതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടായി. അപ്പം വീണ്ടും ഞാനായിട്ട് ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അത് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തതെന്നൊക്കെ പറയും. അപ്പം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോളെ എനിക്ക് എൻ്റെ മോനെയും വേണം, അതുപോലെ തന്നെ എൻ്റെ മരുമോളെയും വേണം. പക്ഷേ എനിക്ക് അവനോട് ചെന്ന് അതുപോലെ ഒന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ആരും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നേരത്തെ ആണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് എന്ത് വന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും ഇടപെടുമായിരുന്നു. അതുപോലെ തന്നെ ചെറിയച്ഛനും അച്ഛനും ഒക്കെ ഇടപെടുമായിരുന്നു. ഇപ്പം ഞാൻ അവരോടൊക്കെ ചെന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡുന്നില്ല. അതാണ് എന്നെ ഏറ്റവും വലിയ സങ്കടത്തിലാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നയന. എന്തായാലും ഞാൻ അവനോട് ചെന്നൊന്നുകൂടെ ചോദിക്കാം. നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും കാര്യങ്ങളൊന്ന് തിരക്കി നോക്കട്ടെ. എനിക്ക് എൻ്റെ മരുമോളെ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടി തന്നെയാണ് ദേവയാനി പോകാൻ തുടങ്ങുന്നത്. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, അമ്മയെ ചെന്ന് ആദർശേട്ടനോട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ എന്ന്. ഇല്ല മോളെ, അങ്ങനെയുള്ള വഴക്കൊന്നും ഞാൻ ഉണ്ടാക്കില്ല. കാര്യം എന്താണെന്നൊന്ന് അറിയാവോ എന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ദേവയാനി ചെല്ലുമ്പോഴത്തേന് ആദർശ് ലാപ്ടോപ്പിൽ എന്തോ കണക്കൊക്കെ നോക്കിയിരിക്കുന്ന സമയമാണ്. അന്നേരം ചെന്നടുത്ത് നിന്ന് പറയുന്നുണ്ട്, നമുക്ക് ഈ പ്രാവശ്യം വിഷുവിനൊക്കെ ഭയങ്കര കളക്ഷൻ ആയിരുന്നല്ലോ. അതിനൊക്കെ കാരണക്കാരി നിൻ്റെ ഭാര്യയാണ്. നേരത്തെ അവൾക്കൊരു അവാർഡൊക്കെ കിട്ടിയപ്പോഴത്തേന് നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്നൊക്കെ പറയും. അതൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ കളക്ഷനും ഇപ്രാവശ്യം ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇപ്പം കല്യാണക്കാർക്ക് വരുന്നവർക്ക് നയന കളക്ഷൻസ് മതി എന്നാണ് പറഞ്ഞെന്നൊക്കെ പറയും. എന്നിട്ടാണോ നീ അവളെ വിട്ട് കളയുന്നത്? അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും അവളെ റാഞ്ചിക്കൊണ്ട് പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, അവൾ വേറെ ജുവലറി പോയി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ തടയാനൊന്നും പറ്റത്തില്ലല്ലോ അമ്മേ എന്നൊക്കെ ആദർശ് പറയും. അത് കേട്ടോണ്ട് ജയനും അജയനും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു തർക്കമെന്ന്. അല്ല, അമ്മ പറയുമായിരുന്നു ഈ പ്രാവശ്യം നമ്മളുടെ ജുവലറി ഭയങ്കര കളക്ഷൻ ആയിരുന്നല്ലോ, അപ്പം നയനെ വീണ്ടും ഓഫീസിലേക്ക് കൊണ്ടുപോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് പറയും. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞാനത് നിന്നോട് അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തൊരു കളക്ഷനാണ് ഈ പ്രാവശ്യം നമുക്ക് നടന്നത്. അതുകൊണ്ട് നയനമോളാണ് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചെന്നൊക്കെ പറയും. അതൊക്കെ ശരിയായിരിക്കും ചെറിയച്ച, പക്ഷേ ഇനിയാണെങ്കിലും അവളില്ലെങ്കിലും നമ്മുടെ കമ്പനി മുന്നോട്ട് പോകണ്ടേ, അതുതന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയും. നയനയായിട്ട് എനിക്ക് ഇനി ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ബന്ധം അങ്ങ് പിരിയുന്നതല്ലേ നല്ലതെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി അങ്ങ് ഞെട്ടുകയാണ്. ദേവയാനിക്ക് സങ്കടവും വരുന്നുണ്ട്. ദേവയാനി പറയും, അങ്ങനെ ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? പിന്നെ കമ്പനിയിലെ എല്ലാ കളക്ഷനും കുറയില്ലേ? അതൊക്കെ പിന്നീട് നിനക്ക് സങ്കടമാകില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. ജയനും അജയനും പറയുന്നുണ്ട്, അത് ശരിയാണ്, നിൻ്റെ തീരുമാനം ഇതാണെങ്കിൽ അതങ്ങനെ തന്നെ പോകട്ടെ, അല്ലാതെ നിങ്ങളെ ഞങ്ങളായിട്ട് ഉപദേശിക്കുന്നൊന്നുമില്ല, നിങ്ങൾ പാകതയും പക്വതയുള്ള പിള്ളേരല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് ദേവേന ചോദിക്കും, പിന്നെ അനയുടെയും അനാമികയുടെയും കാര്യത്തിൽ നിങ്ങളൊക്കെ ഇടപെടുന്നില്ലെന്ന് ചോദിക്കും. അവർ പ്രായം കുറഞ്ഞ കുട്ടികളല്ലേ, പ്രത്യേകിച്ചും അനിക്കാണ് കല്യാണം കഴിക്കാൻ പോലും ആഗ്രഹമില്ലായിരുന്നു. അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടാണ് പോയി കല്യാണം കഴിപ്പിച്ചത്. അപ്പോൾ അവർക്ക് ഒരു പക്വത കുറവൊക്കെ ഉണ്ട്. പിന്നെ അനാമികയാണ് ഒറ്റ മോളായതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടുന്നത്. പക്ഷേ ഇവരങ്ങനെ അല്ലല്ലോ. ഇവർ രണ്ടുപേരും എല്ലാവർക്കും മാതൃകയായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലായിരുന്നു. അപ്പം നല്ല അറിവുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് തീരുമാനിച്ചിട്ടേ ഇല്ല എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവാനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള രീതിയിൽ. അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇവിടുന്ന് അരിമോൾ പോയി കഴിഞ്ഞാലും ഏട്ടത്തിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി. അന്നേരം പറയും, എന്തായാലും പിന്നീട് ആരും വിഷമപ്പെടുന്ന ഇരിക്കാനൊന്നും പറഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തന്നെ ഉള്ള രീതിയിൽ ദേവയാനി അങ്ങ് പോവുകയാണ്. അത് കാണുമ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, എടാ അമ്മ ഇങ്ങനെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചത് മതിയായില്ലേ, ഇതങ്ങ് നിർത്തിക്കൂടെ എന്നൊക്കെ. അപ്പോൾ ആദർശ് പറയും,
അതെങ്ങനെയാ അച്ഛാ? അമ്മയുടെ കാര്യമല്ല, നയനയുടെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നയനെ എന്നെ ചതിച്ചത് ഞാൻ ഒട്ടും പൊറുക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ആദർശ് എഴുന്നേറ്റ് അങ്ങ് പോകുന്നത്. അന്നേരം ജയനും അജയനും അങ്ങ് എന്തോ പോലായി പോകുന്നുണ്ട്. ഇവർ തമാശ രീതിയിലാണ് പറഞ്ഞെങ്കിലും ആദർശ് സീരിയസ് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതേതോ ഒറ്റം വരെ പോകുമെന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവർ രണ്ടുപേരും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുടെ റൂമാണ്. അന്നേരം മുത്തശ്ശി ആയുർവേദ കഷായമൊക്കെ എടുത്ത് മുത്തശ്ശന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അലോപ്പതിയുടെ കൂടെ കഷായവും കൂടെ വേണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയും. അതിനെന്താ, ഇപ്പോൾ അലോപ്പതി കുറച്ചില്ലേ, അത് കാരണം ആയുർവേദം ആകാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി വന്ന് ഇങ്ങനെ പരിങ്ങിയൊക്കെ നിൽക്കുന്നത്. എന്താ ദേവയാനി എന്ന് ഉടനെ മുത്തശ്ശൻ ചോദിക്കും. അതല്ല, നമ്മളുടെ ജ്വല്ലറി ഇപ്രാവശ്യം ഭയങ്കര കളക്ഷനൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയും. അതിനെന്താ, അത് നല്ല കാര്യമല്ലേ എന്ന് ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്. അതല്ല, ഇപ്പോൾ എൻ്റെ മോൻ നോക്കുന്ന ജ്വല്ലറി ആകുമ്പോൾ അതൊന്നുകൂടെ ഡെവലപ്പായി വരണമെന്നും നല്ല രീതിയിൽ പോകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. അതിനെന്താ, എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. എന്നെ പറയാം, അതല്ല, ഇതിനെല്ലാം കാരണക്കാരി ആ നയനയല്ലേ, അപ്പോൾ അവളും അവനോട് ഇങ്ങനെ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യാനാ, ദേവയാനി തന്നെ അത് ചെയ്യ്, നിൻ്റെ മരുമോളോടോ നിനക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. ഞാനൊന്നും അവളോട് പറയാൻ പോകുന്നില്ല എന്ന് പറയും. എന്നാൽ പിന്നെ നീ മകനോട് പറ, അവനോട് പറഞ്ഞ് അവർ തമ്മിലുള്ള പിണക്കം തീർക്കാൻ പറയാൻ പറയും. ഇതൊക്കെ ജലജ വന്ന് പാതു നിന്ന് കേൾക്കുന്നൊക്കെ ഉണ്ട്. ജലജയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്, ഇവർ തെറ്റി പിരിയാണല്ലോ എന്നുള്ള രീതിയിൽ. എന്തായാലും ഇവരിങ്ങനെ കഴിയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അവർ പിരിഞ്ഞ് ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് അങ്ങ് സങ്കടം വരും. അന്ന് പറയും, നിനക്കത് അവരെ രണ്ടുപേരും ഉപദേശിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും മുത്തശ്ശി. അന്ന് പറയും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരെ എങ്ങനെയാണ് അവർ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ തന്നെ ദേവയാനി ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും എന്തോ പറയണമെന്നുള്ള ആഗ്രഹത്തിൽ നോക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ എന്ന് ചോദിക്കും. പറയും, ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകും ദേവയാനി. അപ്പോൾ ദേവയാനി പോയ പുറകെ ജലജ അകത്ത് വന്ന് ചോദിക്കും, എന്താ അമ്മേ ആദർശും നയനയും തമ്മിലുള്ള പ്രശ്നമെന്ന്. എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല, നിനക്കൊന്ന് ചോദിച്ചൂടെ, അതിനിപ്പോൾ നീയെങ്ങാനും ആണോ ആദർശിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷം കുത്തിവെച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദർശ് അത് വിശ്വസിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് പറയും. എന്തായാലും അവർ പിരിയാനാ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഒന്ന് കൂട്ടി അങ്ങ് പറയുന്നുണ്ട് മുത്തശ്ശൻ. അത് കേൾക്കുമ്പോഴത്തേനും ജലജയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ജലജ അന്നേരം പതുക്കെ ഇറങ്ങി അങ്ങ് ചെല്ലും. ജാനകിയുടെയും അനാമികയുടെയും അടുത്ത് ചെന്ന് ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജലജ. അന്നേരം അവർക്കും സന്തോഷമാകുന്നുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ച് അനാമിക സന്തോഷിക്കുകയാണ്. എന്താ പറയുക, അത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇനിയിപ്പോൾ ചിലപ്പം വിഷുവിന് പോയപ്പോൾ അവൾ വല്ല അവിടെ കാമുകനെ കാണാനോ വല്ലതും ആയിരിക്കും പോയത്, അതിനി എങ്ങാനും ആദർശ് അറിഞ്ഞിട്ടായിരിക്കും എന്നാണ് ജാനകി പറയുന്നത്. അത് തന്നെയായിരിക്കും, അവൾമാരുടെ ഒന്നും സ്വഭാവം ശരിയല്ല എന്നുള്ള ഒരു രീതിയിൽ അനാമികയും പറയും. എന്തായാലും ഈ പ്രാവശ്യം അവൾ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് ആദർശിൻ്റെ സ്വഭാവം വെച്ച് ഇത് ഇവളെ തിരിച്ച് വിളിക്കാൻ വഴിയില്ല എന്നൊക്കെയാണ് ജാനകിയും പറയുന്നത്. ഉടനെ അനാമിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ പോയ പുറകെ തന്നെ നവ്യ ഇനി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്നും വരത്തില്ലല്ലോ എന്ന്. ഉടനെ ജാനകിയും പറയും, ശരിയാ, നീ ഇനി അവളെ അവിടെ തന്നെ നിർത്തിയേക്കാൻ പറയണം അഭിയോട്, അഭി ഈയിടെയായിട്ട് ചേച്ചിട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ടെന്ന് പറയും. നേരത്തേന് ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഈയിടെയായിട്ട് എന്നോടൊന്നും വിട്ടു തുറന്ന് പറയുന്നില്ല, ഞാനതൊക്കെ ഏറ്റു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ജലജ ഉടനെ പറയുന്നുണ്ട്, ഇനി അത് പറയാൻ പറ്റത്തില്ല മോളെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ ചിലപ്പം പോകാൻ സാധ്യതയില്ല. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് ആദർശും ഏട്ടത്തിയും കൂടെ ഒരുപാട് അവളായിട്ട് വട്ടം കറക്കിയതാണ്, എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം പോവോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പിന്നെ അച്ഛനും അമ്മയൊക്കെ അന്ന് അവൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ആരും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം പോകാനും സാധ്യതയുണ്ടെന്നൊക്കെ പറയും. ഉടനെ അവളങ്ങ് പോയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവും. ഉടനെ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മോളെ അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ നവ്യ ഇങ്ങോട്ട് വരത്തില്ല, പിന്നെ രണ്ടവളുമാരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റും, അനിയോട് മോള് സ്നേഹത്തോടെ പിന്നീട് ജീവിക്കാനും പറ്റും. ഇവളുമാർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് നന്ദു ഇങ്ങോട്ട് കയറി വരത്തൊന്നുമില്ലല്ലോ ആ ചേട്ടത്തിമാരെ കാണാനാന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമുക്കിന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, ആദർശിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി അവളെ സ്നേഹിക്കണേ എന്നൊക്കെ ചിലപ്പോൾ നയനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. നമുക്കെന്നാലും അതിനെ മേളിൽ കയറി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്കിന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെയാണ് ജാനകി പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനാമിക. ആദർശ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നയന കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നീ എന്താ കരയാണോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ആദർശ്. ഞാൻ കരയൊന്നും ഇല്ലാരും എന്ന് പറയും. എന്നാൽ പിന്നെ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് പറയും. എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്, നന്ദു പോയതിൻ്റെ പേരിൽ എനിക്ക് സങ്കടം വന്നെന്നൊക്കെ പറയും.
അതിൻ്റെ പേരിലുള്ള കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നെന്നുണ്ടെങ്കിൽ ആദർശ് ചോദിക്കുന്നുണ്ട്. അതല്ല, എനിക്ക് ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ പേരിലും എനിക്ക് സങ്കടം ഉണ്ടെന്നൊക്കെ പറയും. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കും. എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഇനിയും പെരുമാറാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് ആദർശേട്ടൻ എന്നോട് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കും. നീ എന്ത് തെറ്റ് ചെയ്തെന്നുള്ള കാര്യം നിന്നെ ഇപ്പം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് ആദർശ് ദേഷ്യപ്പെട്ട് തന്നെയാണ് പറയുന്നത്. എന്നാലും എനിക്ക് ചില സത്യങ്ങളൊക്കെ ആദർശേട്ടനോട് പറയാനുണ്ടായിരുന്നു പറയും. എന്ത് സത്യങ്ങൾ? എന്നോട് ഇനി അതൊന്നും പറയുകയും വേണ്ട, എനിക്കൊട്ട് കേൾക്കുകയും വേണ്ട, അതുകൊണ്ട് നീ എന്നോട് സംസാരിക്കാനും വരണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും നയനയ്ക്ക് അങ്ങ് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നുള്ള കാര്യം പറയാനുള്ള ഇതെങ്കിലും ആദർശേട്ടൻ കാണിക്കണമെന്നൊക്കെ പറയും. എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഞാൻ ബോൾഡായിട്ട് നിന്ന് കാര്യം തിരക്കിയേനും, പക്ഷേ ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ല എന്ന് പറയും. അതെന്താ ഇപ്പോഴും പറ്റാത്തത്? നിനക്ക് ബോൾഡ് ആകാമല്ലോ, എന്ത് വേണേലും നിനക്ക് എന്നോട് ചോദിക്കാമല്ലോ എന്നൊക്കെ ആദർശ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറ്റാത്തതിന് കാരണം ആദർശേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് കാരണം എനിക്ക് അങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും. അന്നേരത്തേനുടനെ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ വേണേലും എന്നോട് സംസാരിക്കാം, നീ പറഞ്ഞു നന്ദിയില്ലാത്തവർ എന്ത് വേണേലും എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ലെന്ന്. ഉടനെ നയന ചോദിക്കുന്നുണ്ട്, എന്ത് നന്ദിയേടാ ഞാൻ ആദർശേട്ടനോട് കാണിച്ചത്, അത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അത് കേൾക്കുമ്പോഴത്തേനും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.